Hello dear friends, it's me Nabhan from MS Solutions. MS Solutions ഉള്ളപ്പോൾ ഇനി എന്തിനു വേറൊരു സൊല്യൂഷൻസ്. എടാ നമ്മുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ബോട്ടണിയിലെ ഫസ്റ്റത്തെ ചാപ്റ്റർ നിങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ, ഓൺ എക്സാം ഒക്കെ ആയി. സോ അതില് കിങ്ഡം മൊനീറയിൽ നിന്ന് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് സാർ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ബാക്ടീരിയാസ്, കിങ്ഡം മൊനീറ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയാസ് ആണ്. അവരെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്തിന്റെ ബേസിലാ? ഷേപ്പിന്റെ ബേസിൽ അല്ലെ. ബാക്ടീരിയാസിന്റെ ഷേപ്പിന്റെ ബേസിൽ നമ്മളെ ബാക്ടീരിയാസിനെ നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാണ്. ഏതൊക്കെയായിരുന്നു അത്? കോക്കസ് അഥവാ സ്വരിക്കൽ ഷേപ്പ് ഉള്ള ബാക്ടീരിയാസിനെ കോക്കസ് എന്ന് വിളിക്കും. സ്വരിക്കൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ഒരു ബോള് പോലെ അല്ലെ, ബോൾ പോലെ, നമ്മളെ ക്രിക്കറ്റ് പന്തൊക്കെ പോലെ. സോ ഈ ഓ ആലോചിച്ച് നോക്കിയേ, ബോൾ പോലെ ഇരിക്കുന്നത്. സോ കോക്കസ് എന്ന് പറഞ്ഞാൽ അത് ഏത് ഷേപ്പാണ്? സ്വരിക്കൽ ഷേപ്പാണ്, ബോള് പോലത്തെ ഷേപ്പാണ്. അത് നമ്മുടെ എവിടെ ഉണ്ടായിരിക്കുന്നത്? ബോള് പോലത്തെ ഷേപ്പ്. ഓക്കെ, ഈ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നതാണ്. സോ മാച്ച് ദ ഫോളോയിങ് ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക എപ്പോഴും. സോ നിങ്ങൾ ആലോചിക്കുക, കോക്കസ് സ്വരിക്കൽ ഷേപ്പ്, ഓ ആലോചിച്ചാൽ മതി, നമുക്ക് മാച്ച് ചെയ്യാം. ഓക്കെ, രണ്ടാമത് നോക്കിയേ, ബാസിലസ് റോഡ് ഷേപ്പ്ഡ്. എങ്ങനെ ആലോചിക്കാം? എടാ റോഡിലൂടെയാണ് ബസ് പോവാന്ന് ആലോചിച്ചാൽ മതി അല്ലെ. റോഡിലൂടെ ബസ് പോകും, അപ്പൊ റോഡ് ഷേപ്പ്ഡ് ഏതാ? ബാസിലസ്. ഓക്കെ, റോഡ് ഷേപ്പ്ഡ് പറഞ്ഞാൽ ഇങ്ങനെ ദണ്ഡാകൃതിയിൽ കാണുന്ന ഒരു വടി പോലെ കാണുന്ന ഒരു ഷേപ്പിനെയാണ് റോഡ് ഷേപ്പ് എന്ന് പറയാ. അപ്പൊ റോഡ് ഷേപ്പ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയ ഏതാണ്? അത് ബാസിലസ് ആണ്. ഓക്കെ അല്ലെ. അടുത്തത് കോമ ഷേപ്പ്ഡ്. അടുത്തത് നോക്കിയേ, കോമട്ട പോലെയുള്ള ബാക്ടീരിയാസിന്റെ പേരാണ് ദാറ്റ് ഈസ് വിബ്രിയം. ഓക്കെ, വിബ്രിയം. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, നമ്മളൊരു പരീക്ഷയ്ക്ക് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും തട്ടിക്കഴിഞ്ഞാല് നമ്മൾ എഴുത്ത് കോമ പോലെയാവും അല്ലെ. സോ വൈബ്രേറ്റ് ചെയ്തപ്പോ എഴുത്ത് കോമ പോലെയായി. സോ വിബ്രിയം കോമ ഷേപ്പ്ഡ്. ഓക്കെ, വൈബ്രേഷൻ നടന്നപ്പോ എഴുത്ത് കോമ പോലെയായി എന്ന് ആലോചിച്ചാൽ മതി. സോ വിബ്രിയം എന്ന് പറയുന്ന ബാക്ടീരിയ എന്ത് ഷേപ്പാണ്? കോമ ഷേപ്പാണ്. ഇത് അവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അടുത്ത സിമ്പിൾ ആണ്. സ്പൈറൽ ഷേപ്പ്ഡ് ആണെങ്കിൽ ബാക്ടീരിയയുടെ പേരെന്താ? സ്പൈറില്ലം അല്ലെ. ഇങ്ങനെ സ്പൈറൽ ഷേപ്പ്ഡ്, ഇതാണ് സ്പൈറൽ ഷേപ്പ്ഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഷേപ്പുള്ളത് സ്പൈറില്ലം. സോ മാച്ച് ദ ഫോളോയിങ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാവുന്നുള്ളൂ. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ വളരെ 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 സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാം. സോ ഇതേപോലത്തെ നല്ല അടിപൊളി ട്രിക്സുകളൊക്കെ ആയിട്ട് നമുക്ക് ഇന്ന് നമ്മുടെ ഓഗസ്റ്റ് 15-ാം തീയതി കൃത്യം 7:15 ഓണം എക്സാമിന് വരുന്ന പക്കാ ഷുവർ ക്വസ്റ്റ്യൻസും അതിനെങ്ങനെയാണ് നമ്മൾ അടിപൊളിയായിട്ട് ഇങ്ങനെ കോഡുകളൊക്കെ യൂസ് ചെയ്ത് പെട്ടെന്ന് ആൻസർ എഴുതാൻ പറ്റുക എന്നുള്ളത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള പക്കാ ഷുവർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ വരുന്നതാണ്. സോ എല്ലാവരും മറക്കാതെ 7:15 നമ്മുടെ ലൈവിലേക്ക് വരണം. ലൈവിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ.